ഹലോ, വെൽക്കം ബാക്ക്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയോടത്ത് തന്നെ വീണ്ടും തുടങ്ങാം. സെക്കൻഡ് ടൈം എക്സാമിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 16 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും പാർട്ട് 1 വീഡിയോ കണ്ട ശേഷം വരിക. ദെൻ നമുക്ക് 17ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. In the figure, ABC is a right angled triangle. ചിത്രത്തിൽ ABC എന്ന് പറയുന്ന ഒരു മട്ട ത്രികോണമാണ്. അതിൽ BC 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സൈൻ A ഈസ് ഈക്വൽ ടു 5/13. സൈൻ A എന്ന് പറയുന്നത് 5/13 ആണ്. അങ്ങനെയെങ്കിൽ AC എത്രയാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സാധനം ഒന്ന് എഴുതി വയ്ക്കാം. സൈൻ A ഈസ് ഈക്വൽ ടു 5/13. എന്താണ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് എ സൈൻ? സൈൻ എന്ന് പറഞ്ഞാൽ എന്ത് റേഷ്യോ ആണത്? അത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് അതായത് എതിർവശം ബൈ കർണമാണ്. എതിർവശം ബൈ കർണമാണ് സൈൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എ എന്ന് പറയുന്ന ആംഗിൾ നോക്ക്, ഞാനത് മാർക്ക് ചെയ്യാണ്. എ എന്ന് പറയുന്ന ആംഗിൾ മാർക്ക് ചെയ്യും. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നോക്ക്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? 5 ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? 13 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ AC എന്ന് പറയുന്ന മെഷർമെന്റ് എത്രയായിരിക്കും? അതാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് അല്ലേ? ഓപ്പോസിറ്റ് 5 ആണ്. ഓക്കെ, ദെൻ ഹൈപ്പോട്ടന്യൂസ് കർണം എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി 13 സെൻറ്റിമീറ്റർ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. ഇതൊരു മട്ട ത്രികോണമാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് മൂന്നാമത്തെ ഒരു വശം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൈതഗോറസ് തിയറം നമുക്ക് ഉപയോഗിക്കാം. എന്താ പൈതഗോറസ് തിയറം? ദാറ്റ് ഈസ് എ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കർണം സ്ക്വയർ സമം AC സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ AB സ്ക്വയർ. ഓക്കെ, ദെൻ AC സ്ക്വയർ ഈസിക്കൽ AC എത്രയാണെന്ന് അറിയാം നമുക്ക്? 13 സ്ക്വയർ സമം BC എത്രയാണ്? 5 സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. നമുക്ക് AB ആണ് അറിയേണ്ടത്. AB ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ നമ്മൾ ഇപ്പുറത്തേക്ക് തട്ടി. ഇവിടെ എത്രയുണ്ട്? 13 സ്ക്വയർ ഉണ്ട്. അപ്പോൾ 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. 13 സ്ക്വയർ എത്രയാണ്? 169 മൈനസ് 5 സ്ക്വയർ എത്രയാണ്? 25 വിച്ച് ഈസ് ഈക്വൽ ടു 144 എന്ന് കിട്ടി. എന്ത്? AB സ്ക്വയർ ഈസ് ഈക്വൽ ടു, കേട്ടോ, AB സ്ക്വയർ ഈസ് ഈക്വൽ ടു. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് AB യെ കണ്ടുപിടിക്കാം. AB ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 144. ഏത് സംഖ്യയുടെ റൂട്ടാണ്? 144ന്റെ റൂട്ട് ഏത് സംഖ്യയാണ്? ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് 144? 12ന്റെ അല്ലേ? സോ AB നമുക്ക് എത്രയെന്ന് കിട്ടി? 12 എന്ന് കിട്ടി, 12 എന്ന് കിട്ടി. ഇനി 3 സൈഡുമായി. ഇനി ബാക്കി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഇനി നോക്ക്, AB നമുക്ക് എത്രയെന്ന് കിട്ടി? 12, 12 എന്ന് കിട്ടി. ദെൻ C, ടാൻ A എത്രയാണ്? വാട്ട് ഈസ് എ ടാൻ? ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ടാൻ? ടാൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണോ? എതിർവശം ബൈ സമീപവശം. A എന്ന് പറയുന്ന ആംഗിളിൻ്റെ എതിർവശം 5, സമീപവശം എയിൻ്റെ അടുത്തുള്ള വശം സമീപം, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. സമീപവശം എത്രയാണ്? 12 ആണ്. സോ ആൻസർ ഈസ് ഈക്വൽ ടു 5/12. അപ്പോൾ C ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി D ക്വസ്റ്റ്യൻ, ടാൻ A ഇൻറ്റു ടാൻ C. അപ്പോൾ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ടാൻ സീനെ നമുക്ക് കണ്ടുപിടിക്കണം. ടാൻ C ഈസ് ഈക്വൽ ടു, C എന്ന് പറയുന്ന ആംഗിൾ, സീൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 12 ആണ്. അഡ്ജസൻറ്റ് സൈഡ് സമീപവശം എത്രയാണ്? 5 ആണ്. ഇനി നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ടാൻ A ഇൻറ്റു ടാൻ C എന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ടാൻ A ഇൻറ്റു ടാൻ C വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ A എത്രയാണ്? 5/12 ഇൻറ്റു ടാൻ C എത്രയാണ്? 12/5. വാട്ട് ഈസ് ആൻസർ? 1. എങ്ങനെ 1 കിട്ടിയേ? കട്ട് ചെയ്തു 5 വെട്ടി കളഞ്ഞു, 12 വെട്ടി കളഞ്ഞു. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 1. ടാൻ A ഇൻറ്റു ടാൻ C ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. സിമ്പിളാണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, 18ാമത്തെ ചോദ്യം. ദ കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ വിത്ത് ഒറിജിൻ ആസ് സെൻറ്റർ ഈസ് 3, 4. അതായത് ആധാരബിന്ദു കേന്ദ്രമായിട്ട് വരച്ചിരിക്കുന്ന വൃത്തത്തിലെ ഒരു പോയിന്റ് ആണ് എന്ത്? 3, 4 എന്നുള്ളത്. ഓക്കെ,
ഇത് ഒറിജിനാണ്, 00 എന്ന് എഴുതി വെച്ചേക്കാം. 00 ഒറിജിനാണ് അതിൻ്റെ കേന്ദ്രമായിട്ട് വരുന്നത്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഈ പോയിന്റിന് എ എന്ന് പേര് കൊടുക്കട്ടെ. അങ്ങനെയെങ്കിൽ എനിക്ക് റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ OA ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഏതൊക്കെയാണ് പോയിന്റുകൾ? 0, 0 3, 4 3, 4 പോയിന്റുകൾ. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ 1, 0, 0 ആണ് വന്നിരിക്കുന്നത്. ആധാര ബിന്ദുവിൽ നിന്നുള്ള അകലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? √(x² + y²). ദെൻ റേഡിയസ് ഈസ് ഈക്വൽ ടു ആരം സമം എക്സിൻ്റെ സ്ഥാനത്ത് ഏതാണുള്ളത്? 3² + വൈൻ്റെ സ്ഥാനത്ത് ഏതാണുള്ളത്? 4² നിങ്ങൾക്കറിയാം, ഒരുപാട് പരിചയമുള്ളതാണ്. 3² എത്രയാണ്? 9. 4² 4² എത്രയാണ്? 16. 9 ഉം 16 എത്രയാണ്? 25. √25 എത്രയാണ്? 5 യൂണിറ്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടി? റേഡിയസ് നമുക്ക് 5 യൂണിറ്റ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? 5 യൂണിറ്റ്സ്. അതിനകത്ത് എഴുതിയിരിക്കുന്നില്ല കേട്ടോ, ഞാൻ ചുമ്മാ എഴുതിയെന്നുള്ളേ. ദെൻ റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്സ് വെയർ ദ സർക്കിൾ കട്ട് ദ x-ആക്സിസ്. x-ആക്സിസിനെ ഈ സർക്കിൾ വൃത്തം മുറിച്ച് കടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യയാണ് എഴുതേണ്ടത്. ഓക്കെ, ഏതൊക്കെയാണ് ആ പോയിന്റുകൾ? ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പോയിന്റ്, അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തുള്ള ഈ 2 പോയിന്റുകളുമാണ് അല്ലേ? ഞാൻ വേണമെങ്കിൽ P എന്നും Q എന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് P എന്നും Q എന്നും കൊടുത്തു. ഇതിൻ്റെ കോർഡിനേറ്റ്സ് എത്രയായിരിക്കും? സിമ്പിളാണ്. നമ്മുടെ ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 5 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 5 യൂണിറ്റ് ഉണ്ടാവുമല്ലോ. തിരിച്ച് അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും എത്ര യൂണിറ്റ് ഉണ്ടാവും? 5 യൂണിറ്റ് ഉണ്ടാവും. പക്ഷേ ഇപ്പുറത്തേക്കാണ് വന്നിരിക്കുന്നത് അല്ലെ? ഇപ്പുറത്തേക്ക് വന്നുകൊണ്ട് എന്തായിരിക്കും? -5 ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഈ കോർഡിനേറ്റ് എഴുതിക്കൂടെ? ഞാൻ തൽക്കാലം P എന്ന് എഴുതിക്കോട്ടെ. ഓക്കെ, ഇവിടെ തന്നെ അടയാളപ്പെടുത്താം. എത്രയായിരിക്കും? പറ. 5 യൂണിറ്റ് ഇങ്ങോട്ടാണ്, 5 x-ആക്സിസ് ആണ്. y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി തിരിച്ച് ഇപ്പുറത്തേക്കാണെങ്കിൽ പറഞ്ഞോ, നിങ്ങൾക്കറിയാലോ. യെസ്, -5 അല്ലേ? യെസ്, -5. y കോർഡിനേറ്റ് എന്തായിരിക്കും? x-ആക്സിസിലാണ്, അതുകൊണ്ട് y കോർഡിനേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. യെസ്, വെരി ഗുഡ്. ദെൻ -5 0 കിട്ടിയില്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്. ഏതൊക്കെയാണ്? 5 0 അതേപോലെ തന്നെ -5 ആൻസർ. ദെൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ പോയിന്റ് -1 -5 ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രത്തിൽ -1 -5 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് വൃത്തത്തിനകത്താണോ പുറത്താണോ വൃത്തത്തിലാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ ബിന്ദുവിലേക്കുള്ള ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അകലം ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, 0 0 വാട്ട് ആർ ദ പോയിന്റ്സ്? -1 ആൻഡ് -5 ഇതാണ് പോയിന്റുകൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകലം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു അകലം സമം ഒറിജിനിൽ നിന്നാണ്, ആധാര ബിന്ദുവിൽ നിന്നുള്ള അകലമാണ്. √(x² + y² തന്നെയാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. -1² + -5² which is equal to 1 + 25 is equal to √26. അയ്യോ, ഇതറിയാൻ പാടില്ലല്ലോ. √26 കുറിച്ച് അറിയൊന്നും വേണ്ട, √26 മതി. √25 എത്രയാണ്? 5 ആണ്. നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 5 യൂണിറ്റ് ആണ്. അപ്പോൾ റേഡിയസ് 5 യൂണിറ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. സെൻട്രലിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള അകലം കണ്ടുപിടിച്ചപ്പോൾ അത് 5നേക്കാൾ കൂടുതലാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് സർക്കിളിൻ്റെ പുറത്തായിരിക്കും അല്ലേ? 5 ആണെങ്കിൽ കറക്റ്റ് സർക്കിളാണ്. 5ൽ കൂടുതലാണെങ്കിൽ വൃത്തത്തിന് പുറത്തായിരിക്കും, ഔട്ട്സൈഡ് സർക്കിൾ. 5ൽ കുറവാണെങ്കിലോ ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് √26 എന്നാണ് കിട്ടിയത്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 5. 5നേക്കാൾ വലുതാണത് അല്ലേ? കാരണം √25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √25 5 ആണ്. അപ്പോൾ √26 എന്തായാലും 5നേക്കാൾ മുകളിലായിരിക്കും. 5നേക്കാൾ കൂടുതലാണെങ്കിൽ ഈ പോയിന്റിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ, വൃത്തത്തിന് പുറത്തായിരിക്കും നമ്മുടെ ഈ -1 -5 എന്ന് പറയുന്ന ബിന്ദുവിൻ്റെ സ്ഥാനം. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ചിത്രം നോക്കാം. പരീക്ഷയ്ക്ക് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു ഈ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് വരും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ടത് നമുക്ക് നോക്കാം. നമ്മുടെ ചോദ്യങ്ങൾ യെസ്
എ പി ഇസ് ഈക്വൽ ടു പി ബി ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അവനെ നമുക്ക് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം. എ പി ഇതാണ്. എ പി എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. പി ബിയും എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. ഇത് കുറച്ചും കൂടി നല്ലൊരു ചോദ്യമാണ്. കാരണം സാധാരണ ചോദിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു സാധനം കൂടി ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, 5 സെൻറ്റിമീറ്റർ. നമുക്കറിയാം പി ബി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും? സപ്പോസ് ഇത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതും എത്ര തന്നെയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. കാരണം വൃത്തത്തിന് പുറത്തുള്ള ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന തൊടുവരകളുടെ നീളം എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് അതുപോലെ തന്നെ പറയാൻ വേണ്ടി സാധിക്കും. എ പി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എ ആർ എന്ന് പറയുന്നതും എത്ര സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും? 5 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഓക്കെ, ഇനി അതൊന്നും എഴുതിയില്ലെങ്കിലും പോട്ടെ, നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. ലിസൺ, ഇത് 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ബി എത്രയാണ്? 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ദെൻ മറ്റൊരു കാര്യം തന്നിരിക്കുന്നത് ക്യു ഒ ആർ എന്ന് പറഞ്ഞ ഈ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ആംഗിൾ സി? നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇതേപോലെ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റേഡിയസുകൾ ഉണ്ടാക്കുന്ന ആംഗിളും തൊടുവരകൾ ഉണ്ടാക്കുന്ന ആംഗിളും ടാൻജൻറ്റുകൾ ഉണ്ടാക്കുന്ന ആംഗിൾസും സപ്ലിമെൻ്ററി ആയിരിക്കും, അനുപൂരകമായിരിക്കും. ഓക്കെ, ആരങ്ങൾ ചേരുന്ന കോണും തൊടുവരകൾ ചേരുന്ന കോണും എന്തായിരിക്കും? സപ്ലിമെൻ്റ്, അനുപൂരകം. കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും? 180. അങ്ങനെയെങ്കിൽ ഇവിടെ 120 തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. തീർച്ചയായിട്ടും അത് 60 ഡിഗ്രി ആയിരിക്കും. ഉറപ്പല്ലേ? ഉറപ്പാണ്. അപ്പോൾ 60ഉം 120 180 കിട്ടും. ഇനി നോക്കി, ഇനി വലിയ ത്രികോണത്തിലേക്ക് നമുക്ക് വരാം. എ ബി സി എന്ന് പറഞ്ഞ വലിയ ത്രികോണം കൺസിഡർ ചെയ്യുക. ഒരു ആംഗിൾ എത്രയാണ്? ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇപ്പുറത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു, അത് 60 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ആംഗിളും എത്രയായിരിക്കും? 60 ആയിരിക്കും. കാരണം 60ഉം 60ഉം 120. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും 180 ഡിഗ്രി കിട്ടണമെങ്കിൽ ആംഗിൾ എയും എത്ര ഡിഗ്രി ആയിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ സി എന്നായിരുന്നു. ആംഗിൾ സി 60 ഡിഗ്രി കിട്ടിയെന്ന് നമ്മൾ എഴുതി വെച്ചു. ദെൻ ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാംഗിൾ എ ബി സി. 3 കോണുകളും 60 ഡിഗ്രി എന്ന് കണ്ടപ്പോൾ നമുക്കൊരു സാധനം മനസ്സിലായി. ഈ ട്രയാംഗിൾ എന്ത് ട്രയാംഗിളാണ്? ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്, സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകതയാണ് എന്തായാലും 3 കോണുകളും തുല്യമായിരിക്കും. 3 കോണുകളും തുല്യമായിരിക്കും. അതുപോലെ എന്തായിരിക്കും? 3 വശങ്ങൾ, 3 സൈഡുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ സൈഡ് എത്രയാ? 5 5 10. അങ്ങനെയെങ്കിൽ ബി സി എന്ന് പറയുന്ന സൈഡ് എത്രയായിരിക്കും? 10. ഇപ്പുറത്തെ സൈഡോ? അതും എത്രയായിരിക്കും? 10 അല്ലേ? 3 സൈഡും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ പെരിമീറ്റർ? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 3 സൈഡും കൂട്ടിയാൽ പോരെ. പെരിമീറ്റർ എന്താ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് എത്രയായിരിക്കും? ചുറ്റളവ് സമം 10 + 10 + 10 10 + 10 + 10 which is equal to 30 സെൻറ്റിമീറ്റർ. എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. ദെൻ അടുത്ത ചോദ്യം നോക്ക്. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഓഫ് ദ ട്രയാംഗിൾ എ ബി സി. ഇതിനകത്തൊരു സർക്കിൾ ഉണ്ട് അല്ലേ? അന്തർവൃത്തമുണ്ട്. ആ അന്തർവൃത്തത്തിൻ്റെ ആരം എത്രയാണ്? അന്തർവൃത്തത്തിൻ്റെ ഇൻസർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏരിയ എ ഇസ് ഈക്വൽ ടു ആർ എസ്. ഏരിയ ഇസ് ഈക്വൽ ടു ആർ, ആ റേഡിയസ് എസ്. ഓക്കെ, എസ് എന്താ? വാട്ട് ഈസ് എസ്? എന്താ എസ്? എന്താണ് എസ്? ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ബൈ 2. പെരിമീറ്ററിൻ്റെ ചുറ്റളവിൻ്റെ പകുതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ഏരിയ കണ്ടുപിടിക്കേണ്ടി വരും. കാരണം റേഡിയസും ചുറ്റളവും ഉപയോഗിച്ചിട്ട് നമുക്ക് പെരിമീറ്റർ ഉപയോഗിച്ച് ഏരിയ കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്കതിൽ നിന്ന് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കാം? ശ്രദ്ധിക്കുക, ഇത് എന്ത് ട്രയാങ്കിളാണ്? ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, സമഭുജ ത്രികോണമാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പരപ്പളവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഇസ് ഈക്വൽ ടു √3a²/4. എന്താ ഇക്വേഷൻ? √3a²/4. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈഡാണ്, ഒരു വശമാണ് എ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടും? √3 × a. ഒരു വശം എത്രയാണ് നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ? 10 സെൻറ്റിമീറ്റർ. നമുക്ക് 10 കിട്ടിയായിരുന്നു അല്ലേ? 10² ഡിവൈഡഡ് ബൈ 4. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അതൊന്നും കൂടി എഴുതി വയ്ക്കാം. √3 ×
10 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്, ഡിവൈഡഡ് ബൈ 4. ഈ 100നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റും ഇല്ലേ? 4 കൊണ്ട് ഹരിക്കാം. 4 100ൽ എത്ര പ്രാവശ്യം പോകും? 25 പ്രാവശ്യം പോകും. 25. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 25√3 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. നമുക്ക് എന്താ കിട്ടും? 25√3 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. 25√3 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ, നമുക്ക് ഏരിയ കിട്ടി. ഇനി ഇത് ഉപയോഗിച്ച് ഇക്വേഷനിലേക്ക് പോവാം. ഏത് ഇക്വേഷനിലേക്ക്? ഞാനിവിടെ എഴുതി വെച്ചു A = RS. A = RS. R ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ R = S ഇങ്ങോട്ട് കൊണ്ടുവരാം. A/S എന്ന് നമുക്ക് എഴുതാം. R = A/S. അപ്പോൾ നമുക്ക് S കണ്ടുപിടിക്കണ്ടേ? ഇതാ ഇവിടെ തന്നെ എഴുതിയേക്കാം. ഓൾറെഡി എഴുതി വെച്ചിട്ട് S = പെരിമീറ്റർ/2. പെരിമീറ്റർ എത്രയാ? 30/2. 32 കൊണ്ട് ഹരിച്ചാൽ 15. അപ്പം നമുക്ക് എസ് എത്രയാണ്? 15 എന്ന് കിട്ടി. ഇനി ഇക്വേഷനിൽ നേരെ കൊടുക്കാം. ഏരിയ എത്രയാണ്? 25√3 ആണ്, ഡിവൈഡഡ് ബൈ എസ് എത്രയാണ്? 15 ആണ്. ഓക്കെ, 25നെയും 15നെയും ഏതെങ്കിലും നമ്പർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? ഹരിക്കാൻ പറ്റുമോ? പറ്റും. 5 കൊണ്ട് ഉറപ്പായിട്ടും പറ്റും അല്ലേ? 5 3. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമുക്കിങ്ങനെ എഴുതാം. 5√3 is it? Yes. 5√3 divided by 3. That's it. √3ൻ്റെ വിലയൊന്നും കൊടുക്കൊന്നും വേണ്ട. ബ്രാക്കറ്റിൽ നമുക്ക് വില കൊടുക്കണമെന്ന് പറഞ്ഞാൽ മാത്രം എന്ത് ചെയ്താൽ മതി? അതിന് വാല്യൂ കൊടുത്താൽ മതി. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് കിട്ടി? 5√3/3 കിട്ടിയോ? ആൻസർ ഈസ് ഈക്വൽ ടു 5√3/3. ഓക്കെ, ശരിയല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, റെഡി ആയിക്കോ. അടുത്ത ചോദ്യം. ഓക്കെ, ഈ ടൈപ്പ് ഒരു ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചെറിയൊരു വ്യത്യാസമായിട്ട് ചോദിച്ചെന്ന് മാത്രം. ഓക്കെ, ഗുഡ്. നമുക്ക് നല്ലൊരു ചോദ്യമാണിത്. ABCD ഈസ് എ റോംബസ്. ABCD എന്ന് പറയുന്ന ഒരു സമഭുജ സാമാന്തരികമാണ്. സമഭുജ സാമാന്തരികമാണ്. അതിൽ ആംഗിൾ BAD 80 ഡിഗ്രിയാണ്. AC = 10 സെൻറ്റിമീറ്റർ. AC എന്ന് പറയുന്ന ഈ നീളം ഇത് മുഴുവനും എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു റോംബസിൻ്റെ അല്ലെങ്കിൽ സമഭുജ സാമാന്തരികത്തിൻ്റെ ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ വികർണങ്ങൾ. നമ്മൾ പറഞ്ഞ ഈ AC-യും ഈ BD-യും ഒക്കെ എന്താണ്? വികർണങ്ങളാണ്. ഇത് പരസ്പരം എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ലംബ സമഭാജികളാണ്. എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. 90 ഡിഗ്രിയാണ്. ഓൾറെഡി തന്നിട്ടുണ്ട്. ഇവിടെ 90 എന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, 90 ഡിഗ്രിയാണ്. ദെൻ ബൈസെക്ടറും കൂടെയാണ്, സമഭാജിയാണ്. അതായത് AC എന്ന് പറയുന്ന മുഴുവൻ നീളം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ AP എന്ന് പറയുന്ന നീളവും PC എന്ന് പറയുന്ന നീളവും എത്ര വീതമായിരിക്കും? 5 സെൻറ്റിമീറ്റർ വീതം ആയിരിക്കും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം അത് തന്നെയാണ്. AP നമുക്ക് കിട്ടി. എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. Then find the length of PB. PBയിലേക്ക് പോകാം. PBയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിൾ ഇതാ ഞാൻ യെല്ലോ കളറിൽ മൊത്തത്തിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ആ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഏത് ട്രയാങ്കിൾ? ട്രയാങ്കിൾ BPC കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് അറിയാം അല്ലേ? ഇനി BPCയിലേക്ക് പോകണ്ട, ഞാൻ കുറച്ചും കൂടി എളുപ്പമായിട്ട് പറയാം. BPC അവിടെ ഇത് പറയുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഇതിലേക്ക് എടുത്തത്. ലിസൺ, ട്രയാങ്കിൾ APB കൺസിഡർ. APB ഇവിടെ 80 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇതേ ആംഗിൾ തന്നെയായിരിക്കും ഓപ്പോസിറ്റ് ഉണ്ടായിരിക്കുക കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ അത് ചെയ്യാൻ പറ്റും. വേണ്ട, അതിലേക്കൊന്നും പോകണ്ട. ഇത് 80 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഈ വികരണം AC വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 80 ഡിഗ്രീനെ അതിൻ്റെയും ബൈസെക്റ്റ് ചെയ്യുന്നു. ആംഗിൾ ഓഫ് ബൈസെക്ടറാണ്. അതായത് ആ കോണിൻ്റെ സമഭാജിയാണത്. അപ്പോൾ ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഈ മേളത്തെ ആംഗിൾ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 40 ഡിഗ്രി എന്ന് കിട്ടും. എത്ര ഡിഗ്രി എന്ന് കിട്ടും? 40 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് നോക്കി. ഈ പച്ച ത്രികോണത്തിൻ്റെ AP എന്ന് പറയുന്ന വശം 5 സെൻറ്റിമീറ്റർ ആണ് നമുക്കറിയാം. അവിടെ നമുക്ക് PB ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? PB ആണ് കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസൻറ്റ് സൈഡ് അറിയാം, ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അഡ്ജസൻറ്റ് സമീപവശം അറിയാം, എതിർവശം കണ്ടുപിടിക്കണം. എതിർവശവും സമീപവശവും വരുന്ന ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് നമുക്കറിയുന്നത്? ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്? ദാറ്റ് ഈസ് എ ടാൻ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതി വയ്ക്കാം.
ടാൻ 40 ഡിഗ്രി സമം ഓപ്പോസിറ്റ് സൈഡ് എതിർവശം പി ബി ഡിവൈഡഡ് ബൈ സമീപവശം അഡ്ജസൻറ്റ് സൈഡ് എത്രയാ അറിയാം 5 സെൻറ്റിമീറ്റർ. ടാൻ 40 ഈസ് ഈക്വൽ ടു ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട പി ബി ആണ്. പി ബി ഇസ് ഈക്വൽ ടു ഈ ഡിവൈഡഡ് ബൈ 5നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഹരിക്കണം 5 അപ്പുറം പോകുമ്പോൾ ഗുണിക്കണം 5 ഉണ്ടാവും. 5 ഇൻറ്റു ടാൻ 40 എന്ന് നമുക്ക് കിട്ടും. ഇത്രയും വരെ കറക്റ്റായിട്ട് എഴുതിയില്ലേ? ഇനി എന്താണ് പ്രശ്നം? ടാൻ 40ൻ്റെ വില നമുക്കറിയാം. ടാൻ 40ൻ്റെ വില എവിടെ തന്നിട്ടുണ്ട്? യെസ്, ടാൻ 40 ഈസ് ഈക്വൽ ടു 0.83 0.83 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പി ബി സമം പി ബി ഈക്വൽ ടു 5 ഇൻറ്റു 0.83 ജസ്റ്റ് ഒന്ന് ഗുണിച്ച് നോക്ക്. 0.83 5 40 എന്ത് കിട്ടും? 4.15 കിട്ടും. നമുക്ക് ആൻസർ എത്ര കിട്ടി? 4.15 എന്ന് ഉത്തരം കിട്ടി. പി ബിൻ്റെ നീളം കിട്ടി. അപ്പോൾ 4.15 ഗുണിച്ച് നോക്കുക കേട്ടോ. സാധാരണ ഒന്ന് ഗുണിച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് അടുത്തത്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് റോംബസ് എ ബി സി ഡി. എ ബി സി ഡി എന്ന് പറയുന്ന റോംബസിൻ്റെ ഏരിയ പരപ്പളവാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കിതിൻ്റെ ഡയഗോണൽസിൻ്റെ നീളം അറിയാമെങ്കിൽ, വികരണങ്ങളുടെ നീളം അറിയാമെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? d1 d2/2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഏത് ഇക്വേഷൻ? d1 d2/2. ഓക്കെ, d1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡയഗോണൽ. d2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഡയഗോണൽ. ഡയഗോണൽ മീൻസ് വികരണം. അങ്ങനെയെങ്കിൽ ഒരു ഡയഗോണലിൻ്റെ നീളം നമുക്കറിയാം, അത് 10 ആണെന്ന് തന്നിട്ടുണ്ട്. ബി ഡിൻ്റെ നീളം നമ്മൾ കണ്ടുപിടിച്ചില്ല. ബി ഡിൻ്റെ നീളം ഒന്ന് കണ്ടുപിടിക്കാം. ബി ഡി ഇസ് ഈക്വൽ ടു പി ബി എന്ന് പറയുന്ന നീളം ഇവിടെ നോക്കണേ, 4.15 ആണ്. അങ്ങനെയെങ്കിൽ പി ഡിയും 4.15 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ബി ഡിൻ്റെ നീളം എത്രയായിരിക്കും? 2 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ 2 കൂട്ടി നോക്കിയാൽ മതി. 2 ഇൻറ്റു 4.15 വിച്ച് ഈസ് ഈക്വൽ ടു 8.30 അല്ലെങ്കിൽ 8.3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ബി ഡി നമുക്ക് കിട്ടി, എ ഡിയും കിട്ടി. ഓക്കെ, ദെൻ ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ പരപ്പളവ് സമം നമുക്ക് എങ്ങനെ ചെയ്യാം? 10 ഇൻറ്റു അല്ലേ, ഒരു ഡയഗോണൽ 10 ആണ് തന്നിട്ടുണ്ട്, ഇതവിടെ തന്നിട്ടുണ്ട്. 10 ഇൻറ്റു അടുത്ത് നമ്മൾ കണ്ടുപിടിച്ചു 8.3 ഡിവൈഡഡ് ബൈ 2. വെരി സിമ്പിൾ. 10 കൊണ്ട് ഗുണിക്കാനാണ്. 8.3 10ൽ ഒരു 0 ഉണ്ട്, അതുകൊണ്ട് ഒരു സ്ഥാനം മാറി കുത്തിട്ടാൽ മതി. എന്ത് കിട്ടും നമുക്ക്? 83 83/2 എന്ന് കിട്ടും. എത്രയാണ്? 83ൻ്റെ പകുതി. ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടിരിക്കുന്നവർ അത് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സിമ്പിളാണ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അത് ചെയ്തോളൂ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ പരീക്ഷ കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഞാൻ ഓഫീസിലിരിക്കുകയായിരുന്നു. 2-3 കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാണ്, സാറേ ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ക്വസ്റ്റ്യന് മാത്രമേ ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന്. നോക്കുമ്പോൾ ശരിയാണ്, സംഭവം വളരെ നല്ലൊരു ചോദ്യമാണ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു ചോദ്യമാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ദ വോളിയം ആൻഡ് സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് മെറ്റൽ സ്ഫിയർ ആർ ന്യൂമറിക്കലി ഈക്വൽ. ഓക്കെ, ന്യൂമറിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിലകൾ, വാല്യൂകൾ എന്താണ്? തുല്യമാണ്. എന്തൊക്കെ? വോളിയം ആൻഡ് സർഫസ് ഏരിയ. എന്താണ് വോളിയം? വോളിയം ഓഫ് എ സ്ഫിയർ, ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എഴുതി വെക്കുക. എന്താ? 4/3 πr³ ആണ്, നമുക്കറിയാം അല്ലേ? ദെൻ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ്. സർഫസ് ഏരിയ, സർഫസ് ഏരിയ സൗത്ത് ആഫ്രിക്ക എന്നല്ല ടെസ്റ്റ് എഴുതിയത്. സർഫസ് ഏരിയ, സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു എന്താ? 4πr² ആണ്. എന്താണ്? 4πr² ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ എഴുതി വെക്കാം. എന്ത് എഴുതി വെക്കാം? 4/3 πr³ ഇസ് ഈക്വൽ ടു 4πr². ഓക്കെ, ഞാനൊരു ചെറിയ കാര്യമൊന്നും മാറ്റി എഴുതട്ടെ. 4/3 ഇൻറ്റു പൈ ഇൻറ്റു r³ എനിക്ക് r ഇൻറ്റു r എന്ന് എനിക്ക് എഴുതാം. എഴുതിക്കൂടെ?
യെസ്, വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയറിന് ആർ ഇൻറ്റു ആർ എന്ന് എഴുതാം. നിങ്ങൾ കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയത് കേട്ടോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നോക്ക്, ഒരേപോലെ അപ്പുറം ഇപ്പുറം ഉണ്ടെങ്കിൽ നമുക്ക് അവനെ വെട്ടി ദൂരെ കളയാം. പൈ ഉണ്ട് വെട്ടിക്കളയാം. ഇവിടെ ഒരു ആറുണ്ട്, ഇവിടെ ഒരു ആറുണ്ട്, വെട്ടി. ഇവിടെ ഒരു ആറുണ്ട്, അടുത്തൊരു ആറുണ്ട്, വെട്ടി. ഓക്കെ, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, വെട്ടി. അപ്പോൾ നമുക്കിനി എന്ത് കിട്ടി? ഇവിടെ ഒരു 6 മാത്രമാണുള്ളത്, ആണോ? r/3 ഉണ്ട് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എല്ലാം വെട്ടിക്കളഞ്ഞാൽ അവിടെ എത്രയുണ്ട്? 1 ഉണ്ട്. ഓക്കെ, എല്ലാം വെട്ടിക്കളഞ്ഞാൽ അവിടെ എത്രയുണ്ട്? ഒന്നുമില്ലെങ്കിൽ അവിടെ എന്തുണ്ട്? 1 ഉണ്ട്. ഓക്കെ, ഒന്നുമില്ല, 0 എന്ന് എഴുതി വെക്കരുത് കേട്ടോ. ദെൻ r ഈസ് ഈക്വൽ ടു ഈ ഡിവൈഡഡ് ബൈ 3 അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എന്ത് കിട്ടും? ഇൻറ്റു 3. 1 ഇൻറ്റു 3 സമം 3 എന്ന് കിട്ടും. സോ റേഡിയസ് എത്രയാണ്? റേഡിയസ് എന്ന് പറയുന്നത് 3 എന്ന് നമുക്ക് കിട്ടി. 3 സെൻറ്റിമീറ്റർ. താഴത്തെ ചോദ്യങ്ങളിൽ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാം. സോ r ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സബ് ക്വസ്റ്റ്യൻ ബി, ബൈ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ്, ഉരുക്കി മറ്റൊന്നുണ്ടാക്കുകയാണെങ്കിൽ ഹൗ മെനി ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 1 സെൻറ്റിമീറ്റർ ക്യാൻ ബി മെയ്ഡ്? 1 സെൻറ്റിമീറ്റർ ആരമുള്ള എത്ര അർദ്ധഗോളങ്ങൾ, ഹെമിസ്ഫിയറുകൾ ഉണ്ടാക്കാം? അപ്പോൾ ഈ ഉരുക്കി മറ്റൊന്നുണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷയ്ക്ക് മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു, ഉരുക്കി മറ്റൊന്നുണ്ടാക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? വോളിയം അല്ലെങ്കിൽ വ്യാപ്തമാണ്. അപ്പോൾ ഓൾറെഡി ഒരാളുടെ വ്യാപ്തം നമുക്കവിടെ അറിയാം. നമുക്ക് ഇനി ഹെമിസ്ഫിയറിൻ്റെ വോളിയം നമുക്കൊന്ന് രണ്ടിനും കണ്ടുപിടിക്കണം. വോളിയമാണ് കണ്ടുപിടിക്കുക, വ്യാപ്തമാണ് കണ്ടുപിടിക്കുന്നത്. സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് സ്ഫിയർ, ഗോളത്തിൻ്റെ വ്യാപ്തം. ഇക്വേഷൻ നമുക്കറിയാം, 4/3 പൈ ആർ ക്യൂബ്. റേഡിയസ് എന്ന് പറയുന്നത് 3 ആണെന്ന് നമുക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് നമുക്കിങ്ങനെ ആൻസർ എഴുതാം, 4/3 ഇൻറ്റു പൈ ഇൻറ്റു 3 ക്യൂബ്. തൽക്കാലം അവനവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്കിതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, കാരണം കുറച്ചും കൂടി എളുപ്പമല്ലേ. ഇനി അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോളിയം ഓഫ് ഹെമിസ്ഫിയറിൻ്റെ വോളിയം എത്രയാ? 2/3 പൈ ആർ ക്യൂബാണ്. എത്രയാണ്? 2/3 പൈ ആർ ക്യൂബാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു പൈ ഇൻറ്റു ഇവിടെ റേഡിയസ് എത്രയാണ്? ആരം എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആരമുള്ള ഗോളങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 1 ക്യൂബ്. ഓക്കെ, ഇനി എത്ര എണ്ണം ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വലിയ സ്ട്രക്ചറിൻ്റെ രൂപം, അതിൻ്റെ വോളിയം ഡിവൈഡ് ബൈ ചെറുതിൻ്റെ വോളിയം. എപ്പോഴും അങ്ങനെ തന്നെ ചെയ്താൽ മതി. വലുതിൻ്റെ വോളിയം ഡിവൈഡ് ബൈ ചെറുതിൻ്റെ വോളിയം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി നമ്പർ ഓഫ് ഹെമിസ്ഫിയേഴ്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹെമിസ്ഫിയർ ഈസ് ഈക്വൽ ടു രണ്ടിൻ്റെ വോളിയങ്ങൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4/3 ഇൻറ്റു പൈ ഇൻറ്റു 3 ക്യൂബിനെ നമുക്ക് 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2/3 ഇൻറ്റു പൈ ഇൻറ്റു 1 ക്യൂബ്. 1 ക്യൂബ് ഈസ് 1. അതുകൊണ്ട് എന്ത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നോക്കണേ, കുഞ്ഞു കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. മുകളിലൊരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. ആ 3 നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഇനി നേരെ താഴെ നോക്ക്, ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ ഒരു പൈ ഉണ്ട്, വെട്ടിക്കളയാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ ഞാനത് അടുത്ത സ്റ്റെപ്പിലേക്ക് കൂടി കൊണ്ടുപോവാണ്. അല്ലാതെ ചെയ്യാൻ അറിയുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി എന്തൊക്കെയുണ്ട്? 4 ഇൻറ്റു 3 ഇൻറ്റു 3 ആണുള്ളത് അല്ലേ? ആണോ? ഡിവൈഡഡ് ബൈ 2/3 ആണ്. ഹരിക്കണം 2/3 ആണുള്ളത്. ഹരിക്കുന്നതിന് പകരം ഒരു ഭിന്നസംഖ്യയാണ് 2/3 എന്ന് പറയുന്നത്. ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഹരിക്കണം ചിഹ്നം ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ട് കുടിച്ചാൽ മതി. ദാറ്റ് മീൻസ് അതിൻ്റെ വ്യുൽക്രമം കൊണ്ട്, അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട്. 2/3ൻ്റെ റെസിപ്രോക്കൽ എത്രയാണ്? ദാറ്റ് ഈസ് 3/2. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ഇവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ദെൻ ഇനി നോക്കാം, ഈ 2ഉം ഈ 4ഉം എനിക്ക് കട്ട് ചെയ്യാം. ആൻസർ എത്ര കിട്ടി?
2 എന്ന് കിട്ടി. ഇനി നോക്ക് 3 × 3 9, 9 × 3 20, എത്രയാ 27, 27 × 2 54 എന്ന് കിട്ടും. കാൽക്കുലേഷൻ നിങ്ങൾ ഏത് രീതിയിലും ചെയ്തു കേട്ടോ. ഇവിടെ വരെയുള്ള ഈ സ്റ്റെപ്പുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. ബാക്കി ഏത് രീതിയിൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അയ്യോ ഞാൻ ഇങ്ങനെയല്ലല്ലോ ചെയ്തതെന്നല്ല, നിങ്ങൾ എങ്ങനെ വേണേലും ചെയ്തോളൂ. ഓക്കെ, സോ നമുക്ക് ആൻസർ എത്ര കിട്ടി? 54 എന്ന് നമുക്ക് ആൻസർ കിട്ടിയോ? യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 22ാമത്തെ ചോദ്യം. കൺസ്ട്രക്ഷൻസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കാരണം കൺസ്ട്രക്ഷൻ വരാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പുകളും നമ്മൾ ഇതിനു മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ അതേ വീഡിയോ എടുത്ത് എന്ത് ചെയ്താൽ മതി, ഒന്നും കൂടി കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ഒരു ചോദ്യം, 21ാമത്തെ ചോദ്യം വരുന്നത് നമ്മുടെ ആരാണ്? അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണിയിലേക്ക് ഒരു തിരിഞ്ഞുപോക്കാണ്. ദ ആൾജിബ്രൈക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 4n+1. നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം an+b ആണെങ്കിൽ അതിൽ നിന്ന് ആദ്യ പദം കണ്ടുപിടിക്കാൻ, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എയും ബിയും കൂടി കൂട്ടിയാൽ മതി എന്നറിയാം. അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്നിൻ്റെ പാർട്ട്ണർ, എന്നിൻ്റെ കൂടെയുള്ള സംഖ്യ ഏതാണോ അതാണ് കോമൺ ഡിഫറൻസ്, അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നെ ഇതിൻ്റെ ആൻസർ എഴുതിക്കൂടെ? നമുക്കിവിടെ 4n+1 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം a+b, എയുടെ സ്ഥാനത്ത് 4+1 വിച്ച് ഈസ് ഈക്വൽ ടു 5. ഡിയും കൂടി കണ്ടുപിടിച്ച് വെച്ചേക്കാം. പൊതുവ്യത്യാസം എന്നിൻ്റെ പാർട്ട്ണർ, എന്നിൻ്റെ കൂടെ ഉള്ളത് 4. സിമ്പിൾ. ഇനി ഇതിൻ്റെ സബ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടൈം? ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു 5. കോമൺ ഡിഫറൻസ് ചോദിച്ചില്ല, അതെ, കഷ്ടമായി പോയി. പോട്ടെ, സാരമില്ല, നമുക്ക് നഷ്ടമുള്ള കാര്യമൊന്നുമല്ലോ. ദെൻ വാട്ട് ഈസ് ദ 21st ടൈം? 21ാമത്തെ ടൈമാണ്. എന്ത് ടൈമാണ് നമുക്ക് തന്നിരിക്കുന്നത്? എന്ത്? 4n+1. അങ്ങനെയെങ്കിൽ 21th ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്നിൻ്റെ സ്ഥാനത്ത് 21 എന്നുള്ള വാല്യൂ കൊടുത്താൽ മാത്രം മതി. 4 × 21+1. കാരണം അതാണ് ഈ ആൾജിബ്രൈക് ഫോം, ബീജഗണിത രൂപം കിട്ടിയാലുള്ള ഗുണം. എന്നിന് ഒന്നാമത്തെ വില കൊടുത്താൽ ഒന്നാമത്തെ ടൈം കിട്ടും, 2 കൊടുത്താൽ രണ്ടാമത്തെ, 3 കൊടുത്താൽ മൂന്നാമത്തെ, 4 നാലാമത്തെ, 21 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 21ാമത്തെ ടൈം കിട്ടും. അപ്പം 4 × 21+1, 4 × 21 എത്രയാണ്? 4 × 21 എത്രയാണ്? 4 × 21, 4 × 20 എത്ര? 80. അപ്പം എത്ര കിട്ടി? 80, 4, 84, 1 നമുക്ക് എത്ര കിട്ടും? 85, 85 കിട്ടി. എഴുതി കുടിച്ച് നോക്കിയോ, എന്താ കുഴപ്പം? ഇതൊന്നും ഒരു നാണക്കേടോ പ്രശ്നങ്ങളോ അല്ല. തെറ്റാതിരിക്കുക. ഒരു 4, 4, 2, 4, 8, 84, 84, 1, 85. എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ കേട്ടോ. മനസ്സ് കണക്കൂട്ടിയാൽ മാത്രമേ മാത്സിൽ ഗ്രേറ്റ് ആവുള്ളൂന്നൊന്നുമില്ല. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? കോപ്പി അടിക്കാതെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏത് മെത്തേഡ് ആയിക്കോട്ടെ, നെവർ മൈൻഡ്. ഓക്കെ, നമുക്കപ്പോൾ എന്ത് കിട്ടി? 21ാമത്തെ ടൈം എത്ര കിട്ടി? 85 എന്ന് കിട്ടി. ദെൻ വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 21 ടൈം? 21 പദങ്ങളുടെ തുക Sn ഈസ് ഈക്വൽ ടു സം ഓഫ് n ടൈംസ് ഈസ് ഈക്വൽ ടു n/2 × x1 + xn. n/2 × x1 + xn. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു 21 പദങ്ങളുടെ തുകയാണ്. അപ്പോൾ 21/2 × x1 ഫസ്റ്റ് ടൈം നമ്മളിതെല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ. 5 + xn 21 പദങ്ങളുടെയാണ് ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാ? 85 എന്ന് നമ്മളിപ്പോൾ ചെയ്തേ ഉള്ളൂ. 85. ഓക്കെ, 21/2 ഹരിക്കാൻ പറ്റില്ല. ഹരിക്കാൻ പറ്റില്ലെങ്കിൽ അത് ബേജാറാവണ്ട, അവനവിടെ നിർത്തിയേക്ക്. ബേജാറാകേണ്ട പോയാൽ അവിടെ നിൽക്കട്ടെ. അകത്തുള്ളത് നമുക്കൊന്ന് കൂട്ടി നോക്കാം. 85ഉം 5ഉം നമുക്ക് എന്ത് കിട്ടും? 90 എന്ന് കിട്ടും. ഓക്കെ, 90 എന്ന് കിട്ടും. ദെൻ ഇനി 90നെ 2നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം 90നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 45 എന്ന് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ട എത്രയാണ്? 21 × 45 ചെയ്ത് നോക്കാം. സമം കണ്ടുപിടിക്കാൻ കുടിച്ച് നോക്കാം. ഓക്കെ, ഞാൻ ആൻസറായിട്ട് പറയുന്നില്ല, നമുക്ക് ചെയ്ത് തന്നെ നോക്കാം. ഓക്കെ, 21 1 × 5 5 അല്ലേ? 5 × 2 എത്രയാണ്? 10. 4 × 1 4. 4 × 2 8. ശരിയല്ലേ? 5 4 8 1 9. നമുക്ക് ആൻസർ എത്ര കിട്ടി? 945 945 എന്നുള്ളത് കിട്ടി. ഓക്കെ, 945.
സിമ്പിൾ. ദെൻ ഇനി അടുത്ത ചോദ്യം നോക്കാം, അത് കുറച്ചും കൂടി രസമുണ്ട്. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 21 ടേംസ് ഓഫ് ദ സീക്വൻസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് 1 ടു ഈച്ച് ടേം ഓഫ് ദി സീക്വൻസ്? അതായത് ഈ ഇപ്പം നമ്മുടെ അടുത്തൊരു സീക്വൻസ് ഉണ്ടായിരുന്നു, ആ സീക്വൻസിൻ്റെ കൂടെ ഓരോ ടൈമിലും ഒന്ന് വെച്ച് കൂട്ടി പോവുകയാണ്. ഒന്നാമത്തെ ടൈമിൻ്റെ കൂടെ ഒന്ന് കൂട്ടി, രണ്ടാമത്തെ ടൈമിൻ്റെ കൂടെ ഒന്ന് കൂട്ടി, മൂന്നാമത്തെ ടൈമിൻ്റെ ഒന്ന് കൂട്ടി, നാലാമത്തെ ടൈമിൻ്റെ കൂടെ ഒന്ന് കൂട്ടി, അഞ്ചാമത്തെ പദത്തിൻ്റെ കൂടെ ഒന്ന് കൂട്ടി, അങ്ങനെ കൂട്ടി പോയിട്ട് 21 പദങ്ങളുടെ തുക എത്രയാണ്? എളുപ്പമാണ്, ശരി, കോമൺ സെൻസ് മാത്രം മതി. 21 ഈ സീക്വൻസിൻ്റെ സം ഓഫ് ഫസ്റ്റ് 21 ടൈംസ് 21 പദങ്ങളുടെ തുക നമുക്ക് എത്രയാണെന്നറിയാം? 900. ഡി ക്വസ്റ്റ്യൻ ആൻസർ ആണ്, 945 എന്നറിയാം. അടുത്ത സീക്വൻസിൻ്റെ പ്രത്യേകത എന്താ? ഒന്ന് വെച്ച് കൂടി പോയിന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര ടൈമുകൾ കൂട്ടിപ്പോയി? 21 ടൈമുകൾ. 21 ഒന്ന് കൂട്ടി അല്ലേ? ഒന്ന് കൂടുതലാണ്, ഓരോ ടൈമിലും ഒന്ന് കൂടുതലാണ്. ഒന്നാമത്തെ ടൈമിൽ ഒന്ന് കൂടുതലാണ്, രണ്ടാമത്തെ ഒന്ന് കൂടുതലാണ്, മൂന്നാമത്തേലാണ്. അപ്പോൾ 1 + 2 + 3 + അങ്ങനെ എത്ര എണ്ണം കൂട്ടി? 21 കൂട്ടി. 945ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 21 കൂട്ടിയാൽ മതി. എത്ര കിട്ടും ആൻസർ? 966 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 966. സിമ്പിൾ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. A cylindrical vessel of radius 20 centimeters and height 30 centimeters is filled with water. അതായത് ഒരു സിലിണ്ടറിക്കൽ വെസൽ ഉണ്ട്, ഒരു സിലിണ്ടറിക്കൽ, അതായത് വൃത്തസ്തംഭത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൻ്റെ ആരം എന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ ഇതിൻ്റെ ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്ററുമാണ്. ഇതിനകത്ത് നിറച്ചും എന്തുണ്ട്? വെള്ളമുണ്ട്. ഇതിനകത്ത് നിറച്ചും ഇങ്ങനെ വെള്ളമുണ്ട്, ഇതിനകത്ത് നിറച്ചും വെള്ളമുണ്ട്, വാട്ടറുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് ഹോൾഡ്? ഇതിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടാകുമെന്നതാണ്. സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, ശ്രദ്ധിക്കണം കേട്ടോ. അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? വ്യാപ്തം അല്ലെങ്കിൽ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം ഈസ് ഈക്വൽ ടു, ഇതെന്താണ്? ഒരു സിലിണ്ടറാണ് അല്ലേ? സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്? πr²h. 9ാം ക്ലാസ് പഠിക്കുന്ന സാധനമാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളിൽ ഓൾറെഡി ഞാൻ ഇക്വേഷൻസ് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. πr²h. ഓക്കെ, നോക്കാം. പൈ ഇൻറ്റു, തൽക്കാലം പൈക്ക് വില കൊടുക്കുന്നില്ല കേട്ടോ, നമുക്ക് അവസാനം കൊടുക്കേണ്ടി വരും. π × r². റേഡിയസ് എത്രയാണ്? തന്നിരിക്കുന്ന കാര്യം എഴുതി വയ്ക്കുക. റേഡിയസ് 20 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റേഴ്സ് ഗിവൺ തന്നിട്ടുണ്ട്. ദെൻ r², 20² ഇൻറ്റു h ഈസ് ഈക്വൽ ടു 30 സമം π × 20² നമുക്കറിയാം 400 ആണ്, ഇൻറ്റു 30. ദെൻ ഗുണിക്കാൻ വളരെ എളുപ്പമാണ്, പൂജ്യങ്ങളുള്ളത് കൊണ്ട്. 4 × 3 എത്ര കിട്ടി? നമുക്ക് 12 എന്ന് കിട്ടി. ഈ പൂജ്യങ്ങൾ തിരിച്ചു കൊടുത്താൽ മതി. ഇവിടെ 2 പൂജ്യമുണ്ട്, 30-ന് 1 പൂജ്യമുണ്ട്, കൂടെ പയ്യും വിട്ടേക്കുക. സെൻറ്റിമീറ്റർ ക്യൂബ്. നമുക്ക് എത്ര കിട്ടി? 12,000, 12,000 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. പൈൻ്റെ വാല്യൂ ഉണ്ട് 3.14, അതുകൊണ്ട് ഗുണിക്കണം. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഗുണിക്കുന്നില്ല. ഓക്കെ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് ഹോൾഡ്? ഇതിനകത്ത് എത്ര ലിറ്റർ, വലിയ വോളിയം അല്ല, വ്യാപ്തമല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എത്ര ലിറ്റർ വെള്ളം ഇതിനകത്ത് കൊള്ളുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് ശ്രദ്ധിക്കണേ. ഇവിടെ തന്നിരിക്കുന്നത് സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. ഓക്കെ, സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. ഓർക്കുക, 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അതാണ് 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഇതിനകത്ത് കൊള്ളും? എത്ര ലിറ്റർ വെള്ളത്തിൻ്റെ കണക്ക് നമുക്കറിയണം അല്ലേ? നേരത്തെ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം? 12,000 പൈ ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, നമുക്ക് ഈ പൂജ്യം വെട്ടാം, ഇതും വെട്ടാം, നമുക്ക് പൂജ്യം വെട്ടി കളിക്കാം. നമുക്ക് എന്ത് കിട്ടി? 12 പൈ എന്ന് കിട്ടി. ലിറ്ററിലാണ് എഴുതേണ്ടത്. 12 പൈ ലിറ്റർ. വേറെ ആൻസർ കിട്ടിയവരുണ്ടാകാം. എങ്ങനെ കിട്ടിയിട്ടുണ്ടാകാം? 12നെ
3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ആൻസർ കിട്ടും. കുഴപ്പമൊന്നുമില്ല, ഇത് എഴുതി കഴിഞ്ഞാലും വളരെ കറക്റ്റാണ്. ഓക്കെ, ദെൻ അടുത്തത് ഞാൻ അതുകൊണ്ട് കുടിക്കുന്നില്ല എന്നേ ഉള്ളൂ, അത്രയും ലാഭിച്ചു എന്ന് മാത്രം കേട്ടോ. ദെൻ അടുത്ത ചോദ്യം ഇതാണ്. ഇഫ് എ സോളിഡ് മെറ്റൽ സ്പിയർ, ഒരു സോളിഡ് മെറ്റൽ സ്പിയർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇമ്മേഴ്സ് ചെയ്യണം. ഒരു സോളിഡ് മെറ്റൽ സ്പിയർ ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ ആരം എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു സ്പിയർ, ഒരു മെറ്റൽ സ്പിയർ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ടിരിക്കുന്നതെങ്കിൽ ഇമ്മേഴ്സ്ഡ് ഇൻ ടു ദ വെസൽ, ഈ പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ റിമൈൻ ഇൻ ടു, തീർച്ചയായും നിങ്ങൾക്കറിയാം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അങ്ങനെയെങ്കിൽ അതിനകത്ത് ആ വെസൽ, ആ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി പൈ ഉപയോഗിച്ച് ചെയ്തവർക്ക് ആൻസർ എത്ര കിട്ടുക എന്നറിയോ? ഡൗട്ട് ഉണ്ടാകണ്ട. 37.68 ലിറ്റർ എന്ന് കിട്ടും കേട്ടോ. 37.68 ലിറ്റർ വേണമെങ്കിൽ അങ്ങനെ ഒന്നും കുടിച്ച് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്തുകൊണ്ടാണ്? പൈൻ്റെ വില എത്രയാണ്? 3.14. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യണം എന്നുള്ളവർ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. യെസ്, സ്പിയർ ഇതിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? സ്പിയറിൻ്റെ വോളിയം. വോളിയം ഓഫ് സ്പിയർ. സ്പിയറിൻ്റെ വോളിയം 4/3 πr3. 4/3 πr3 which is equal to 4/3 into പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ്? 15 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 15 into 15 ക്യൂബ്. ഓക്കെ, 3 പ്രാവശ്യം എഴുതണം. 15 ക്യൂബ്. ഞാൻ കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ദെൻ ഇവിടെ നിന്ന് എനിക്ക് 3യും ഈ 15നെയും എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. എത്ര കിട്ടും? 5 പ്രാവശ്യം അല്ലേ? 5 3s are 15. 15 into 15 225. 15ൻ്റെ സ്ക്വയർ നമുക്കറിയാം. ദെൻ ഇൻറ്റു 5 ഇൻറ്റു 4 എത്രയാണ് നമുക്ക് കിട്ടുക? 15 into 15 എത്ര കിട്ടും? നമുക്ക് 225 കിട്ടും. 225 5 കൊണ്ട് ഗുണിച്ച് 1125 ഇൻറ്റു 4 നമുക്ക് 4500 പൈ എന്ന് കിട്ടും. സെൻറ്റിമീറ്റർ ക്യൂബ്. 4500 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി ഇതിൻ്റെ എത്ര ലിറ്റർ ആണെന്ന് അറിയണമല്ലോ. ഇത് ലിറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ അവിടെ നോട്ടെ, ലിറ്ററിലേക്ക് മാറ്റാം. 4500 45,000 ആയിപ്പോയി. 4500 പൈ ഡിവൈഡഡ് ബൈ 1000. ഈ പൂജ്യം വെട്ടാം, ഇതും വെട്ടാം, പിന്നെ ഒരു പൂജ്യം കൂടി ഉണ്ട് അല്ലേ? 45 ഹരിക്കണം 10 എന്നായി. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഒരു പൂജ്യം കൊണ്ട് ഒരു സ്ഥാനം മാറി കുത്തിട്ടാൽ മതി. 4.5 പൈ ലിറ്റർ. അപ്പോൾ നമ്മുടെ സ്പിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് അതിനകത്ത് എത്ര വെള്ളം കൊള്ളും? 4.5 പൈ ലിറ്റർ കൊള്ളും. അപ്പോൾ ഇത്രയും സാധനം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ടു, വെസലിലേക്ക് ഇട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ബാക്കിയേ ഉണ്ടാവുള്ളൂ അല്ലേ? ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു? 12 പൈ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 4.5 പൈ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. സോ റിമൈനിങ് വാട്ടർ ഈസ് ഈക്വൽ ടു, ഇവിടെ എഴുതിക്കോട്ടെ, റിമൈനിങ് വാട്ടർ ഇൻ ദ വെസൽ. ഈ പാത്രത്തിൽ ബാക്കി ഉണ്ടാകുന്ന വെള്ളം എന്ത് ചെയ്യണം? നേരത്തെ ഉണ്ടായിരുന്ന എത്രയാണ്? 12 പൈ ലിറ്റർ ആയിരുന്നു അല്ലേ? മൈനസ് ഇതിൻ്റെ എത്രയാണ്? നമ്മുടെ സ്പിയറിൻ്റെ അല്ലെങ്കിൽ ഗോളത്തിൻ്റെ എത്രയാണ് നമുക്ക് കിട്ടിയിരുന്നത്? 4.5 പൈ ലിറ്റർ ആയിരുന്നു. ആണോ? 4. നമ്മളിത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12. 7.5 പൈ ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി വാല്യൂ കിട്ടണമെങ്കിൽ 7.5ൻ്റെ കൂടെ ഇൻറ്റു പൈൻ്റെ വില കൊടുത്താൽ 3.14 കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അതും വേണം ചെയ്തേക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, അതിനാവശ്യമില്ല. പൈൻ്റെ വില കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. 7.5 ഇൻറ്റു 3.14 ചെയ്യുക. 23 സംതിങ് കിട്ടും. 23 പോയിൻറ്റ് സംതിങ് കിട്ടും.
ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം അത് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ആൻസർ. ചെറിയൊരു പണി നമുക്ക് ഇരിക്കട്ടെ. ഓക്കെ, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 23 പോയിന്റ് സംതിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇതേ മതി കേട്ടോ. നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചില്ലേ, അത്രയും ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അതിൽ നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് കിട്ടും. വാല്യൂ പൈൻ്റെ വര കൊടുക്കാൻ പറഞ്ഞാൽ മാത്രം എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ അത് നിർത്തിയത്. ദെൻ അടുത്തത് നല്ലൊരു ചോദ്യം. ഏതിൽ നിന്നുള്ളതാണ്? നമ്മുടെ ട്രിഗണോമെട്രി. ഇവനെ കണ്ടില്ലോ എന്ന് ഓർത്തിരിക്കാതെ, ഇങ്ങനെ അവസാനം വരുള്ളൂ. അവസാനം വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നല്ല കൊട്ടക്കണക്കിന് മാർക്ക് കൊണ്ടാണ് വരിക. എന്തായാലും ഇപ്രാവശ്യം ചോദിച്ചത് വലിയ ചോദ്യങ്ങളൊന്നുമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരുന്നു. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ചോദ്യം നമുക്ക് നോക്കാം. ഇനി സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നോക്കാം. എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് ആദ്യം തൽക്കാലം ഞാൻ ബിൽഡിംഗ് ഒക്കെ വരയ്ക്കാം. റഫ് ചിത്രമാണല്ലോ നമുക്ക് ആദ്യം വേണ്ടത്. ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. ആളുടെ ഹൈറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ദെൻ അവൻ എന്ത് ചെയ്യുന്നു, ഇത് എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് സീസ് എ ടോപ്പ് ഓഫ് എ ടവർ. വേറൊരു ടവർ ഉണ്ട്. 40 മീറ്റർ അകലെയാണ് ആ ടവർ ഉള്ളത്. അതിൻ്റെ മുകളറ്റം എത്ര ആംഗിളിൽ കാണുന്നു, എത്ര ഡിഗ്രി കാണുന്നു? 35 ഡിഗ്രി കാണുന്നു. അപ്പോൾ നമുക്ക് നേരെ ഒരു വര വരച്ചിട്ട് 35 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന ആൾ കുറച്ച് അപ്പുറമുള്ള ടവർ, ഈ ടവറിനെ എന്ത് ചെയ്യുന്നു, ടവറിൻ്റെ മുകളറ്റം 35 ഡിഗ്രി കാണുന്നു. ഇനി അവൻ എന്ത് ചെയ്യുന്നു, അറ്റ് ആൻ എലവേഷൻ ഓഫ് 35 ഡിഗ്രി ആൻഡ് സീസ് ദ ഫുട്ട് ഓഫ് ദ ടവർ. ഈ ടവറിൻ്റെ ഫുട്ട്, അതിൻ്റെ ചുവട് ഭാഗം എത്ര ഡിഗ്രിയിൽ കാണുന്നു? 50 ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു. ആംഗിൾ ഓഫ് ഡിപ്രഷൻ 50 ഡിഗ്രിയിൽ കാണുന്നു. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അത് ആൻസർ നമ്മൾ ചെയ്തു വെച്ചു. ഡ്രോ ദ റഫ് ഫിഗർ യൂസിങ് ദ ഗിവൺ ഡാറ്റ. തന്നിരിക്കുന്ന അളവുകൾ ഉപയോഗിച്ച് ഒരു ഏകദേശ ചിത്രം വരച്ചു. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ചെയ്യേണ്ടത്, ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേര് വെറുതെ കൊടുത്തേക്കുക. ABCDE. ജസ്റ്റ് ഓർഡറിൽ അങ്ങ് എഴുതി പോയാൽ മതി, എന്ത് വേണേലും പേര് കൊടുത്തോളൂ. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്, ദാറ്റ് മീൻസ് ഇത് മുഴുവനാണ് അറിയേണ്ടത്. BE എന്ന് പറയുന്ന നീളമാണ് നമുക്കറിയേണ്ടത്. മക്കളെ നോക്കടാ, താഴെ 40 ഡിഗ്രി ആയതുകൊണ്ട് ഈ ഇത് 40 ഡിഗ്രി അല്ല, 40 മീറ്റർ ആയതുകൊണ്ട് മുകളിലും എത്ര തന്നെയായിരിക്കും? 40 ആയിരിക്കും. ഓക്കെ, ഇവിടെ 2 ത്രികോണങ്ങളുണ്ട്. ഇതേപോലത്തെ ചോദ്യങ്ങൾ എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിനാണ്. അപ്പോൾ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന് ഒന്നാമത്തെ ആളെ നമുക്കെടുക്കാം. ഒന്നാമത്തെ ആളാണ് ഏത്? ട്രയാങ്കിൾ DCE. ട്രയാങ്കിൾ DCE എടുത്തു കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത് 90 ഡിഗ്രിയാണ് DCE. അതിലൊരു സൈഡ് നമുക്കറിയാം 40 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് CE കണ്ടുപിടിച്ചൂടെ? 35 ഡിഗ്രി എന്നറിയാം. അതിൻ്റെ അഡ്ജസൻ സൈഡ് ആ ട്രയാങ്കിളിലെ, ഓക്കെ, നമ്മൾ 35 ഡിഗ്രി പരിഗണിച്ചു കഴിഞ്ഞാൽ സമീപവശം അറിയാം. കണ്ടുപിടിക്കേണ്ടത് എതിർവശം. അഡ്ജസൻ സൈഡ് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസൻ സൈഡും ഓപ്പോസിറ്റ് സൈഡും തമ്മിലുള്ള റേഷ്യോ ടാൻ. ഒന്നും നോക്കണ്ട, ചാമ്പിക്കോ. ടാൻ 35 ഡിഗ്രി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് CE ഡിവൈഡഡ് ബൈ അഡ്ജസൻ സൈഡ് 40. Then CE is equal to divide by 40 നമ്മൾ അപ്പുറത്തേക്ക് തട്ടി into 40 ആവും. 40 into tan 35 ഡിഗ്രി. CE is equal to 40 into tan 35 തന്നിട്ടുണ്ട്. എത്രയാ? 0.70 തന്നിട്ടുണ്ട്. ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? 7 4 28 28 മീറ്റർ എന്ന് കിട്ടി നമുക്ക്, അല്ലേ? നേരെ ഗുണിച്ചാൽ മതി. പോയിന്റ് ഇടുമ്പോൾ പോയിന്റിന് ശേഷം ഒരു സ്ഥാനമാണുള്ളത്. അപ്പോൾ ഒരു സ്ഥാനം മാറിയിട്ട് കുത്തിട്ടാൽ മതി. ഗുണിച്ച് നോക്ക്, അങ്ങനെയല്ലേ വരിക, അല്ലേ? 40 into 7 7 into 4 28. ഓക്കെ, ഒരു 0 ഉണ്ട്. സോ 28 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഒരാളെ കിട്ടി. ഇത് 28 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തവനെ കണ്ടുപിടിക്കാം. നമുക്ക് ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം? താഴെ എഴുതണം കേട്ടോ. ഞാനിത് ഈ ഒരു ഫ്രെയിമിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. അടുത്ത ട്രയാങ്കിൾ ഏതാണ്? DBC.
DBC. DBC വേറെ കളറിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. DBC ഇതും ഒരു മട്ട ത്രികോണമാണ്. ഇതിലും ഒരു സൈഡ് നമുക്കറിയാം 40 ആണോ? കണ്ടുപിടിക്കേണ്ടത് CB ആണ്. നോക്ക്, 50 ഡിഗ്രി പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് അറിയാം. കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് ആണ്. അഡ്ജസൻറ്റ് ഓപ്പോസിറ്റ് ഒന്നും നോക്കണ്ട മക്കളെ, ചാമ്പിക്കോ. ടാൻ തന്നിരിക്കുന്ന ആംഗിൾ 50 ഡിഗ്രി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് BC അല്ലെങ്കിൽ CB ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 40. അങ്ങനെയെങ്കിൽ ഇവിടെയും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. BC ഇസ് ഈക്വൽ ടു 40 ഇങ്ങോട്ട് കൊണ്ടുവരിക. 40 ഇൻറ്റു ടാൻ 50, ദെൻ 40 ഇൻറ്റു ടാൻ 50യുടെ വില എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ടാൻ 50 ഇസ് ഈക്വൽ ടു ടാൻ 50 1.19 എന്ന് തന്നിട്ടുണ്ട്. ദെൻ 40 ഇൻറ്റു 1.19 എത്ര കിട്ടും? 40 ഇൻറ്റു 1.19 കുണിച്ച് നോക്ക്, 47.6 എന്ന് കിട്ടും. ഓക്കെ, ഞാനിവിടെ ചെയ്യാത്തത് വീഡിയോൻ്റെ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 47.6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 47.6 മീറ്റർ എന്ന് നമുക്ക് BCയുടെ നീളം കിട്ടും. അപ്പോൾ BCയുടെ നീളം കിട്ടി നമുക്ക് 47.6. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്നത് എന്താണ്? BE ആണ്. BE ഇസ് ഈക്വൽ ടു ഇത്രയും 28 ആണ് അല്ലേ? 28 പ്ലസ് ബാക്കി എത്രയാണ്? 47.6 ആണ്. അപ്പോൾ 28 പ്ലസ് 47.6 സമം 28 75.6 മീറ്റർ. 75.6 മീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ബി എന്ന് എഴുതിയാൽ പോരാ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ? ഹൈറ്റ് ഓഫ് ദ ടവറിൻ്റെ ഉയരം സമം 75.6 മീറ്റർ. താരതമ്യേന കുറച്ചും കൂടി എളുപ്പമുള്ള ടൈപ്പ് ഒരു ചോദ്യമായിരുന്നു ട്രിഗണോമെട്രിയിൽ നിന്ന് ചോദിച്ചിരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം ഒരു ചെറിയൊരു കൺസ്ട്രക്ഷനാണ് ഇതിനകത്ത് വരുന്നത് അല്ലേ? സ്വന്തമായിട്ട് പറഞ്ഞോളൂ, വേണമെങ്കിൽ നോക്കാം അല്ലേ? ചില സംശയമുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്, ഇല്ലെങ്കിൽ ഇന്നതാണോ എന്നുള്ളതൊക്കെ പലർക്കും സംശയമുണ്ട്. ഡ്രോ XY ആക്സിസ് ആൻഡ് മാർക്ക് ദ ഫോളോയിങ് പോയിന്റ്സ്. XY ആക്സിസ് വരച്ച് ഈ താഴെ തന്നിരിക്കുന്ന പോയിന്റുകൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് റഫായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, X ഡാഷ്, Y ആൻഡ് Y ഡാഷ്. 0 1 2 3 4 5 6 and 7 so on. ഓക്കെ, ഒരു സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. 1 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ആ വരച്ചതിൽ എന്തുണ്ടാവും? ഒരു ഭംഗിയുണ്ടാവും. 1 2 3 4. ഞാൻ ഇത് റഫായിട്ടാണ് വരയ്ക്കുന്നത്, വീണ്ടും ഞാൻ പറയുകയാണ്. ഓക്കെ, ദെൻ താഴേക്ക് -1 -2 -3 ആൻഡ് -4. ഓക്കെ, ഇനി ഞാൻ ഈ പോയിന്റുകൾ അടയാളപ്പെടുത്താൻ വേണ്ടി പോവാണ്. ഒരു പോയിന്റ് എത്രയാണ്? -3 എന്നാണ്. -3 എക്സ് എത്രയാണ്? -3 ആണ്. അപ്പോൾ -30 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. തൽക്കാലം ഇവരെ ഞാൻ A എന്നും, രണ്ടാമത്തേന് B എന്നും, മൂന്നാമത്തേന് C എന്നും, നാലാമത്തേന് D എന്നും പേര് കൊടുക്കാം. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, പേര് കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ A ഞാനിവിടെ അടയാളപ്പെടുത്തി. ദെൻ അടുത്തത് B എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, X 3 ആണ്, Y 0 ആണ്. ദിസ് ഈസ് എ B 30 30. ഇവിടെ എത്രയാണ്? -30. അടുത്ത പോയിന്റ് ഏതാണ്? C എന്ന് പറയുന്നത് 6 4 ആണ്. ഓക്കെ, 6. ഓക്കെ, X 6 ആണ്, Y എത്രയാണ്? 4 ആണ്. അപ്പോൾ X നമുക്ക് ഇങ്ങനെ വരച്ച് നോക്കാം. Yയിൽ നിന്ന് ഇങ്ങനെ വരച്ച് നോക്കാം. ഇത് രണ്ടും കൂടി ചേരുന്ന ഈ പോയിന്റ് അവനാണ് C. എത്രയാണ്? 6 4. നമുക്ക് എന്ത് കിട്ടി? 6 4 എന്ന് കിട്ടി. ഇനി അടുത്ത പോയിന്റ് ഏതാണ്? 0 4. 0 4. X എത്രയാണ്? 0 ആണ്. Y എത്രയാണ്? 4 ആണ്. ദിസ് ഈസ് എ പോയിന്റ് അല്ലേ? X 0, Y എന്താണ്? 4 ആണ്. അങ്ങനെയെങ്കിൽ ദിസ് ഈസ് എ D. ഏതാണ് കോർഡിനേറ്റ്? 0 4. ഇനി ഇവനെ ഒന്ന് ചേർത്ത് വരച്ച് നോക്കിക്കേ. ഇവനെ നമുക്ക് ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ഇവർ ഏത് രൂപത്തിൽ കിട്ടുമെന്ന് നോക്കിയാലോ? നോക്കാം.
ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് ആ പോയിന്റിൻ്റെ ഓർഡറിൽ വരയ്ക്കുന്നതാണ് എപ്പോഴും ശരിയാവുള്ളൂ. ബിയിൽ നിന്ന് സിയിലേക്ക് വരച്ചു, സിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഡിയിലേക്ക് വരച്ചു, ഡിയിൽ നിന്ന് ഞാൻ എയിലേക്ക് വരച്ചു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇവിടെ എന്താ കിട്ടിയത്? ഇറ്റ് ഈസ് എ പാരലലോഗ്രാം, ഒരു സാമാന്തരികമാണ് കിട്ടിയത് അല്ലേ. സാമാന്തരികത്തിൻ്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ്. എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതിൻ്റെ ബേസ് എത്രയാ? എണ്ണി നോക്കിയാൽ മതി. 1 ഇത്ര യൂണിറ്റ് ഉണ്ട്, 1 2 3 4 5 6 യൂണിറ്റ് ആണോ? ഇൻറ്റു ഹൈറ്റ് എണ്ണി നോക്ക്, 1 2 3 4 6 ഇൻറ്റു 4 എത്രയാ? 24 24 ആണോ? 24 സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ, യൂണിറ്റ് സ്ക്വയർ, ചതുരശ്ര യൂണിറ്റ്, 24 ചതുരശ്ര യൂണിറ്റ്. ഓക്കെ, ഒരു കൺസ്ട്രക്ഷനും അതിൻ്റെ കൂടെ ഒരു കുഞ്ഞി പൊടിക്ക് കണക്കും. എളുപ്പമല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 26ാമത്തെ ചോദ്യമാണ്. കൺസ്ട്രക്ഷൻ ഞാൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇതേ കോൺസെപ്റ്റുള്ള വേറെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു, എങ്കിലും നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. ഇൻ ദ ഫിഗർ പി ക്യു ക്യു ആർ പി ആർ ആർ ദ ടാൻജൻസ്. ഇതിൻ്റെ പി ക്യൂവും അതേപോലെ ക്യു ആറും അതേപോലെ പി ആർ ഒക്കെ എന്താണ്? ടാൻജൻറ്റുകളാണ്, തൊടുവരകളാണ്. ഏതൊക്കെയാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ അടയാളപ്പെടുത്തരാം. ഏതൊക്കെയാണ്? ഇവനും ലെവനും എന്താണ്? ടാൻജൻസ് ആണ്, തൊടുവരയാണ്. ഈ സർക്കിളിൽ നമുക്കൊരു വൃത്തമുണ്ട് അല്ലേ, ആ വൃത്തത്തിൻ്റെ എന്താണ്? തൊടുവരകളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനങ്ങൾ ഇതാണ്. 2 ആംഗിൾസ് തന്നിട്ടുണ്ട്, 65 ഡിഗ്രി 55 ഡിഗ്രി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ ആംഗിൾ ബി എ സി? BAC ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഇതാ, ഈ പിങ്ക് നിറത്തി വരച്ച ഈ ആംഗിളാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു കാര്യം പഠിക്കാം. ഒരു കോഡ് ടാൻജൻറ്റുമായിട്ട് 2 വശത്തും ഉണ്ടാക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ താഴെ 65 ഡിഗ്രി എന്ന് തന്നതുകൊണ്ട് മുകളിലും 65 ഡിഗ്രി ആയിരിക്കും, 65 ഡിഗ്രി ആയിരിക്കും. സംശയമില്ലല്ലോ? ഇല്ല. ഇനി നോക്കുക, SCR എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ഇതൊരു ത്രികോണമാണ്. ത്രികോണത്തിൻ്റെ എല്ലാ കോണുകളും കൂട്ടിക്കഴിയുമ്പോൾ 180 ഡിഗ്രി കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 65ഉം 65ഉം 130 ഡിഗ്രിയായി. ബാക്കി ഇതെത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. എന്നാലല്ലേ 180 ആവുള്ളൂ. 65 65 130 ആയില്ലേ? ഓക്കെ, അപ്പോൾ 50 ഡിഗ്രിയായി. ഇനി അതേ കാര്യം തന്നെയാണ് ഞാൻ ഇനി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ 55 ഡിഗ്രി ആണെങ്കിൽ ഈ കോണും, ഇത് ഒരു കോഡാണ്, AB എന്ന് പറയുന്ന കോഡാണ്. AB എന്ന് പറയുന്ന കോഡ് ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ 55 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 55 ഡിഗ്രി ആയിരിക്കും. 55ഉം 55ഉം എത്രയാണ്? 110. നോക്ക്, ABP എന്ന് പറയുന്നത് ഒരു ത്രികോണമാണ്, ABP. അപ്പോൾ 2 കോണുകൾ 55ഉം 55ഉം വീതമാണ്. അങ്ങനെയെങ്കിൽ P എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? 55ഉം 55ഉം 110. അങ്ങനെയെങ്കിൽ ഇതെത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാം. നമ്മുടെ ചോദ്യം അതിനകത്താണ് വന്ന് കിടക്കുന്നത്. ലിസൺ, ഒരു കോഡ് ടാൻജൻറ്റുമായിട്ട് 2 വശത്ത് ഉണ്ടാക്കുന്ന കോണും നോക്ക്, AC ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. AC തൊടുവരയുമായിട്ട് 2 വശത്തും ഉണ്ടാക്കിയ ആംഗിൾ 65 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഇതേ AC വൃത്തത്തിൻ്റെ മറുഭാഗത്തുണ്ടാക്കുന്ന കോണും 65 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 65 ഡിഗ്രി ആയിരിക്കും, 65 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തത് നോക്കാം. അടുത്തത് AB എന്ന് പറയുന്ന കോഡിനെ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. AB എന്ന് പറയുന്ന ഞാൻ തൊടുവരയുമായിട്ട് 2 വശത്തും ഉണ്ടാക്കിയ കോൺ 55 55 ആണ്. അങ്ങനെയെങ്കിൽ വൃത്തത്തിൻ്റെ മറുഭാഗത്തുണ്ടാക്കുന്ന കോണും എത്ര ഡിഗ്രി ആയിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും. ഇത് ഈക്വൽ ആയിരിക്കും. നോക്ക്, ഇപ്പോൾ ABC എന്ന് പറയുന്ന നടുക്കുള്ള കുഞ്ഞു ത്രികോണത്തിലെ 2 കോണുകൾ കിട്ടി, 55 കിട്ടി, 65 കിട്ടി. അങ്ങനെയെങ്കിൽ ആംഗിൾ A എത്രയായിരിക്കും? അതായത് BAC എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? കൂട്ടി നോക്ക്, എത്രയാ? 65ഉം 55ഉം എത്ര കിട്ടും നമുക്ക്? 5 5 10 1 120 എന്ന് നമുക്ക് ആൻസർ കിട്ടും.
അല്ലേ 100 അല്ലേ 5 5 10 6 5 15 120. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണുകളും കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടേണ്ടത്? 180 കിട്ടേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ 120 കിട്ടി. അങ്ങനെയെങ്കിൽ ബാക്കി കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? 60 ഡിഗ്രിയാണ്. ദെൻ അതുകൊണ്ട് നമുക്ക് ഇവനെ ടിക്ക് ചെയ്യാം. വാട്ട് ഈസ് ആംഗിൾ ബി എ സി? ബി എ സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, 60 ഡിഗ്രി. ഇനി വാട്ട് ഈസ് ആംഗിൾ എ ബി പി? എ ബി പി കിട്ടി. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എ ബി പി ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി, 55 ഡിഗ്രി, 55 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഇനി ഫൈൻഡ് ഓൾ ദ 3 ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ പി ക്യു ആർ. പി ക്യു ആറിന്റെ 2 ആംഗിൾസ് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 50ഉം 70ഉം. 50ഉം 70ഉം എത്രയാണ്? 120. അങ്ങനെയെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രിയുമായിരിക്കും. അപ്പോൾ ആ കോണുകൾ നമുക്ക് കിട്ടി. 50 ഡിഗ്രി, 70 ഡിഗ്രി, 60 ഡിഗ്രി. ആൻസർ ആയോ? ആൻസർ ആയില്ലേ? യെസ്. അപ്പോൾ എളുപ്പമല്ലേ? ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ നമ്മൾ എവിടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളിൽ നമ്മൾ പരിചയിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവയെല്ലാം. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 28ാമത്തെ ചോദ്യം നോക്കുക. എ ടോയ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് സ്ക്വയർ പിരമിഡ്. ഒരു സമചതുര സ്തൂപികയുടെ ഷേപ്പിലുള്ള ഒരു സമചതുര സ്തൂപികയുടെ ഷേപ്പിലുള്ള എന്തുണ്ട്? ഒരു ടോയ് ഉണ്ട്, ഒരു കളിപ്പാട്ടമുണ്ട്. അതിൻ്റെ ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത്, പാദ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്? 96 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്ററും ആണ്. ഉയരം തന്നിട്ടുണ്ട്. ബേസ് പെരിമീറ്റർ എന്താണ് ഇതിൻ്റെ ബേസ്? ഇതിൻ്റെ പാദ ചുറ്റളവ്. സ്ക്വയർ പിരമിഡിൻ്റെ പാദം എന്താണ്? സ്ക്വയറാണ് അല്ലേ? സമചതുരമാണ്. സമചതുരത്തിൻ്റെ ചുറ്റളവ് 4a, 4 ഇൻറ്റു വശം ആണോ? അതെത്രയാണെന്ന് തന്നിട്ടുണ്ട്. അതെത്രയാണ്? 96 എന്ന് തന്നിട്ടുണ്ട്. 4a ഈസ് ഈക്വൽ ടു 96 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? a കണ്ടുപിടിക്കാം. a ഈസ് ഈക്വൽ ടു 96 ഡിവൈഡഡ് ബൈ 4 അല്ലേ? ഇൻറ്റു 4 ഇപ്പുറം കൊണ്ടുവരുന്നുണ്ടാവും, ഹരിക്കണം 4 എന്നാവും അല്ലേ? a ആണ് വേണ്ടത്. അപ്പോൾ 4 ഇൻറ്റു a, ആ 4നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 96 ഹരിക്കണം 4 എന്ന് കിട്ടി. 96 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 24 എന്ന ആൻസർ കിട്ടും. സോ a ഈസ് ഈക്വൽ ടു 24. ഒന്നാമത്തെ ചോദ്യം അത് തന്നെയായിരിക്കും. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ് ഓഫ് ദ ടോയ്? ഈ കളിപ്പാട്ടത്തിൻ്റെ പാദവക്കിൻ്റെ നീളം എത്രയാണ്? ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസറായി. a ഈസ് ഈക്വൽ ടു 24. ആൻഡ് ബി, വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ ടോയ്? നമുക്ക് ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതി വയ്ക്കാം. a 24 ആണ്. h എന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത് 9 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് l ആണ്. എയും എച്ചും എല്ലും ഉള്ള ഇക്വേഷൻ l സ്ക്വയർ ഈസ് ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ പ്ലസ് h സ്ക്വയർ. a/2 ഹോൾ സ്ക്വയർ പ്ലസ് h സ്ക്വയർ which is equal to a/2 24/2 ഹോൾ സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ. 24ൻ്റെ പകുതി എത്രയാണ്? 12 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ 144 ആണ്. 9 സ്ക്വയർ 81 ആണ്. അപ്പോൾ എൽ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് 225 എന്ന് കിട്ടി. 225. നമുക്ക് എൽ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ല എൽ ആണ്. എൽ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? സ്ക്വയർ കളയാൻ, റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് 225 സമം 15 എന്ന് കിട്ടി. നമുക്ക് എന്ത് കിട്ടി? എൽ ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടി. ബി ക്വസ്റ്റ്യൻ ആൻസർ ആയി. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ ടോയ്? 15 സെൻറ്റിമീറ്റർ അല്ലേ? എല്ലാം സെൻറ്റിമീറ്ററിലാണ്. സെൻറ്റിമീറ്റർ. ദെൻ അടുത്തത്, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് 100 സച്ച് ടോയ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 50 rupees പെർ സ്ക്വയർ മീറ്റർ? അവിടെ മീറ്റർ വന്നു, അതുകൊണ്ടാണ് ആ മീറ്റർ കണ്ടപ്പോഴാണ് ഞാൻ അവിടെ സെൻറ്റിമീറ്റർ ഇട്ട് വെച്ചത്. ഓക്കെ, കാരണം സെൻറ്റിമീറ്ററിന് എന്തിലേക്ക് മാറ്റേണ്ടി വരും? മീറ്ററിലേക്ക് മാറ്റേണ്ടി വരും. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, ചോദ്യം തന്നിരിക്കുന്ന സാധനവും ചോദ്യവും തമ്മിൽ ശ്രദ്ധിക്കണം. ഓക്കെ, തന്നിരിക്കുന്നതൊക്കെ സെൻറ്റിമീറ്ററിലാണ്, ചോദ്യം മീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേപോലത്തെ 100 കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, അതിന് പെയിൻറ്റ് ചെയ്യാൻ പാടില്ല, അതിന് കളർ ചായം പൂശുകയാണെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന് 50 രൂപ നിരക്കിൽ എത്ര രൂപയാകും?
എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ പെയിന്റ് അടിക്കുക അല്ലെങ്കിൽ പേപ്പർ ഒട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാം. എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് ഇവനെ തൽക്കാലം അങ്ങ് മാച്ച് കളയാം, എന്നാൽ നമുക്ക് എഴുതാൻ കുറച്ചും കൂടി സ്ഥലം കിട്ടുമല്ലോ. ടോട്ടൽ സർഫസ് ഏരിയ എന്താ? TSA, ടോട്ടൽ സർഫസ്. അങ്ങനെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് തന്നെ എഴുതാം കേട്ടോ. ഉപരിതല പരപ്പളവ് എന്താ ഇക്വേഷൻ? A² + 2AL. A സ്ക്വയർ, A എത്രയാണെന്ന് അറിയാം നമുക്ക്, 24 സ്ക്വയർ. 24 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു A എത്രയാ? 24 ഇൻറ്റു L കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 15. 24 സ്ക്വയർ എത്രയാണ്? 576 പ്ലസ് 2 ഇൻറ്റു 24 48 ഇൻറ്റു 15 580. എത്ര കിട്ടും? 720 എന്ന് കിട്ടും. 720. 576 പ്ലസ് 720. രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം. 576 പ്ലസ് 720 എത്ര കിട്ടും? 1296 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് എത്ര ആൻസർ കിട്ടും? 1296 സെൻറ്റിമീറ്റർ സ്ക്വയർ. എന്ത്? ഒരെണ്ണത്തിൻ്റെ സർഫസ് ഏരിയ. ഓക്കെ, ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് സെൻറ്റിമീറ്ററിലാണ്. ഇവരെ നമുക്ക് എന്തിലേക്ക് മാറ്റേണ്ടതുണ്ട്? മീറ്ററിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, അതിനു മുമ്പ് ഇങ്ങനത്തെ എത്ര എണ്ണമാണ് നമ്മൾ ചെയ്യുന്നത്? 100 എണ്ണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ സർഫസ് ഏരിയ ഓഫ് 100 സച്ച് ടോയ്സ്, ഇതുപോലത്തെ 100 കളിപ്പാട്ടങ്ങളുടെ ഉപരിതല പരപ്പളവ് എഴുതാനുള്ള കാര്യമാണ് പറയുന്നത്. എനിക്ക് ഇവിടെ എഴുതാൻ സ്ഥലമില്ല. ഓക്കെ, അങ്ങനത്തെ 100 എണ്ണത്തിൻ്റെ 100 എണ്ണം. ഓക്കെ, 100 എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. 100 എണ്ണത്തിൻ്റെ എന്താണ്? സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. സർഫസ് ഏരിയ ഓക്കെ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? 1296 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 100 കൊണ്ട് ഗുണിക്കൽ എളുപ്പമല്ല. എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കൂടെ 2 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത്രയും വലിയ നമ്പറാണ് അല്ലേ? എത്രയാണ്? 1, 10, 100, 1000, 10,000, ലക്ഷം. വലിയ നമ്പറായി. അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ഇവനെ എന്തിലേക്ക് മാറ്റണം? മീറ്റർ സ്ക്വയറിനാണ് 50 രൂപ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യണം? മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. അപ്പോൾ ഇവനെങ്ങനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ നോക്കാം. ദറ്റ്സ് വെരി സിമ്പിൾ. അവനെ നമുക്ക് എഴുതാം 2 0 ഡിവൈഡ് ബൈ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണമെങ്കിൽ ഓർക്കുക, സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 10,000. 10,000 കൊണ്ട് എന്ത് ചെയ്താൽ മതി? അതിനെ ഹരിച്ചാൽ മതി. ഓർത്തിരിക്കണേ, ഡിവൈഡ് ബൈ 10,000. നമ്മൾ 10,000 കൊണ്ട് അവനെ ഹരിക്കാൻ പോകാം. ഡിവൈഡ് ബൈ 10,000. ഓക്കെ, ഈ 0 വെട്ടി, ഇതും വെട്ടി, 2 0 താഴെ കിടപ്പുണ്ട്. അപ്പോൾ 2 സ്ഥാനം മാറി കുത്തിട്ടാൽ മതി. നമുക്ക് എന്ത് കിട്ടും? 12.96 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അവൻ എന്തിലേക്ക് മാറി? മീറ്ററിലേക്ക് മാറി. മനസ്സിലായോ? എന്തിലേക്ക് മാറി? ഇപ്പോൾ മീറ്ററിലേക്ക് മാറി. ഇനി നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കണം. എത്ര രൂപ ചിലവാകും? ഒരു മീറ്റർ സ്ക്വയറിന് എത്ര രൂപയാണ്? 50 രൂപയാണ്. അങ്ങനെയെങ്കിൽ എത്ര മീറ്റർ ഉണ്ട്? 19.96 മീറ്റർ ഉണ്ട്. ഇൻറ്റു 50. കാരണം ഒരു മീറ്ററിന് 50 രൂപ വെച്ചാണ്. ഒന്ന് ഗുണിച്ച് നോക്കിക്കേ. 12.96 ഇൻറ്റു 50. ഇതും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ, വേറെ പ്രോസസ്സ് ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് ചെറിയൊരു പണിയായിട്ട് ഇത് വെറും സാർ പണി തന്നെ തരുവാണല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയും ഞാൻ ഹെൽപ്പ് ചെയ്ത് തന്നില്ലേ? ഓക്കെ, നിങ്ങൾ ചെയ്യൂലേ? നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് അറിയാം. നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളാണ്. ഓക്കെ, സാർ സോപ്പ് ഇടുവന്നല്ലേ? നടക്കട്ടെ, എന്ന് കൂട്ടിക്കോ. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 29ാമത്തെ ചോദ്യം. ചെയ്തിട്ടുണ്ടാവും അല്ലേ? സിമ്പിളാണ്. ഇത് ചോദ്യം ഇന്ന് 29ാമത്തെ ചോദ്യം കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഇതെന്തൊന്ന് സാധനം ചുമ്മാ ഒന്നും മനസ്സിരുത്തി. ഒന്നാമത് ആ സമയമാകുമ്പോൾ അല്ലേ, അവസാനം എത്തുമ്പോഴേക്കും സമയമില്ല, ടെൻഷനാവും. അതൊന്നുമല്ല, ഒരു ടെൻഷനും സമയക്കുറവും ഇല്ലെങ്കിൽ വെറുതെ ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, റീഡ് ദ മാത്തമാറ്റിക്കൽ ഐഡിയാസ് ഗിവൺ കെയർഫുള്ളി. വായിച്ചു നോക്ക് കേട്ടോ. ഞാനത് വായിച്ചിട്ട് സമയം കളയണ്ടല്ലോ. ചോദ്യത്തിലേക്ക് നോക്കാം നമുക്ക്.
റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ ഓഫ് ദ പാറ്റേൺ. ഈ പാറ്റേണിൻ്റെ നെക്സ്റ്റ് ലൈൻ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ലൈനിൽ എന്താ ചെയ്തിരിക്കുന്നത്? 1 ക്യൂബ് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണോ? ദെൻ രണ്ടാമത്തേലോ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ്, 1 കഴിഞ്ഞാൽ 2 ആണ്. 2 ക്യൂബ് ഈസ് ഈക്വൽ ടു 2 കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാണ്? 3 ആണ്. 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9. മൂന്നാമത്തെ ലൈൻ നോക്ക്. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് ഈസ് ഈക്വൽ ടു, കൂട്ടി നോക്ക്, 1 പ്ലസ് 2 പ്ലസ് 3 എത്രയാണ്? 6 ആണ്. 6 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 36. അങ്ങനെയെങ്കിൽ അടുത്ത വരി എങ്ങനെയാണ് വരിക? നമുക്കൊന്ന് എഴുതി നോക്കാം. ഞാനിവിടെ എഴുതിക്കോട്ടെ, ഇതിനകത്ത് കാണൂ. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് അടുത്ത എന്തായിരിക്കും? 4 ക്യൂബ് ആയിരിക്കും അല്ലേ? 4 ക്യൂബ് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? കൂട്ടി നോക്ക്. 1 2 നമ്പർ മാത്രം ക്യൂബില്ലാതെ കൂട്ട്. 1 2 3 3 6 4 10 സ്ക്വയർ. 10 സ്ക്വയർ എത്രയാണ്? ദാറ്റ് ഈസ് 100. ഒരു വരിയും കൂടി നമുക്ക് വേണമെങ്കിൽ എഴുതി നോക്കാം, ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ്, സ്ക്വയർ അല്ല, 4 ക്യൂബ് പ്ലസ് അടുത്ത എന്തായിരിക്കും? 5 ക്യൂബ് ആയിരിക്കും. 5 ക്യൂബ് ഇസ് ഈക്വൽ ടു എത്ര സ്ക്വയർ എന്നാണ് എഴുതേണ്ടത്? കൂട്ടി ഈ നമ്പർ കൂട്ടും. 1 2 3 3 6 4 10 5 15 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? നിങ്ങൾക്കറിയാം, 225. എന്തായാലും ഒരു വരം കൂടി കിടക്കല്ലേ, നമുക്ക് അതും കൂടി എഴുതിയേക്കാം. ഓക്കെ, എങ്ങനെ എഴുതാം? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ് പ്ലസ് 5 ക്യൂബ് പ്ലസ് 6 ക്യൂബ് ഇസ് ഈക്വൽ ടു 15 വരെ നേരത്തെ എണ്ണിയായിരുന്നു. 15 6 21 സ്ക്വയർ സമം 441. ഓക്കെ, ഇങ്ങനെയാണ് അത് തുടർന്ന് പോവുക. ഓക്കെ, സമയം കളയേണ്ട, നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ ഓഫ് ദ പാറ്റേൺ നമ്മൾ ഓൾറെഡി എഴുതി. ഓക്കെ, ദെൻ ഒറ്റ ലൈൻ എഴുതാൻ പറഞ്ഞുള്ളൂ കേട്ടോ. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 100 വരുന്നത് മാത്രം എഴുതുക. വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ട്രയാങ്കുലർ നമ്പർ? ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഇത് കൃത്യമായിട്ട് വായിച്ചു, ചോദ്യം നന്നായിട്ട് വായിച്ചല്ലോ അല്ലേ? അപ്പോൾ അടുത്ത വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ട്രയാങ്കുലർ നമ്പർ? ഫിഫ്ത്ത് ട്രയാങ്കുലർ നമ്പർ ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫിഫ്ത്ത് ട്രയാങ്കുലർ നമ്പർ എത്രയാണ്? ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 15 സ്ക്വയർ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ സാധനമാണ്. അപ്പോൾ ഫിഫ്ത്ത് ട്രയാങ്കുലർ നമ്പർ 1 2 3 4 5. ഇതാണ്. ഇത് ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്. ഫിഫ്ത്ത് ട്രയാങ്കുലർ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 15, 15 ആണ്. ദെൻ അടുത്തത് വാട്ട് ഈസ് ദ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഇൻ ദ 6th ലൈൻ? ആറാമത്തെ വരിയിലെ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ? ഇത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 441. അപ്പോൾ എഴുതിയത് വെറുതെ ആയില്ല, നമുക്ക് ഉപയോഗം വന്നു. 441. ഇനി നമുക്ക് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 10 ക്യൂബ്. ഈ സ്ഥലത്തൊക്കെ നമ്മൾ എന്താ ചെയ്തത്? ആ ക്യൂബ് ഒഴിവാക്കി 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എന്ന് 4 പ്ലസ് എന്ന് കൂട്ടി 10 എന്ന് എഴുതി. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് എന്ന് എഴുതിയിട്ട് നമ്മൾ 15 എന്ന് എഴുതി ഇല്ലേ? അങ്ങനെയെങ്കിൽ 10 വരെയാണെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതുക? ഇവിടെ എഴുതാണ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എത്ര വരെ? 10 വരെ. ഇതെന്താണ്? എണ്ണൽ സംഖ്യയാണ്. ഓൾറെഡി നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഈ സാധനം. ഓക്കെ, എണ്ണൽ സംഖ്യയുടെ സമ്മ് കണ്ടുപിടിക്കാൻ അരിത്മെറ്റിക് സീക്വൻസിലും പഠിച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ട, അങ്ങനത്തെ കാര്യമൊന്നും വേണ്ട, ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? എന്താ ഇക്വേഷൻ? n × n + 1/2 ആണോ? അങ്ങനെയെങ്കിൽ n × 10 ആണ്. 10 × 10 + 1 11/2 വെട്ടിക്കളയാം. 5 പ്രാവശ്യം 5 × 11 55. അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിവിടെ എഴുതാം. എത്ര? 55 സ്ക്വയർ, 55 സ്ക്വയർ. ഇത് ഉപയോഗിച്ചാണ് നമുക്ക് അടുത്തതിൽ എഴുതേണ്ടത്. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് 10 വരെ ആയിരുന്നപ്പോൾ നമ്മളിങ്ങനെ എഴുതി വെച്ചു. n വരെ ആയിരുന്നെങ്കിൽ n വരെയുള്ള സംഖ്യയെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? n × n + 1/2. അവനെ അകത്ത് എഴുതിയാൽ മാത്രം മതി. എന്തെഴുതിയാൽ മതി? n × n + 1/2 ബ്രാക്കറ്റ് ഇട്ടേക്കുക. എന്ത് വരുന്നുണ്ട്? ഒരു സ്ക്വയറും കൂടി വരുന്നുണ്ട്. n × n + 1/2 ദ ഹോൾ സ്ക്വയർ. വെരി സിമ്പിൾ.
ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. സമയമെടുത്തൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ഒഴികെയുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്തില്ലേ? അപ്പോൾ എല്ലാ ചോദ്യങ്ങളും സാറ് മാത്രം ചെയ്താൽ പോലെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, നിങ്ങളത് ചെയ്ത് നോക്കണം. കാരണം കുറേ പാറ്റേണിലൊക്കെ കഴിഞ്ഞ വർഷത്തെയും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് പാറ്റേൺ ഒന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്? മോഡൽ എക്സാം ആണ്. അപ്പോൾ മോഡൽ എക്സാമിന് മുമ്പ് നമുക്ക് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഈ സെക്കൻഡ് ടൈം ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാണ്. അതുകൊണ്ട് ഈ പാറ്റേൺ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, ചോദ്യങ്ങൾ നന്നായിട്ട് ചെയ്യുക, നന്നായി പഠിക്കുക. 100% നമുക്ക് എന്ത് ചെയ്യണം? മാത്സിന് A+ മേടിക്കണം. റെഡിയല്ലേ? നിങ്ങൾ റെഡിയല്ലേ? ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് എന്തായാലും മാത്സിന് A+ മേടിക്കാം. ഓക്കെ, ടേക്ക് കെയർ. ബൈ.